വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ബസ്സിലാണ്. നമ്മളിന്ന് ചെറിയൊരു വലിയ ട്രിപ്പ് പോകാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ നമ്മളിപ്പോൾ നിൽക്കുന്ന വെളുപ്പാങ്കാലത്താണ് ഗൈസ്. ഓക്കെ, വെളുപ്പിനെയാണ്. അപ്പോൾ സത്യം പറഞ്ഞ സമയം ലേറ്റായി. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുക. നമ്മുടെ സ്വന്തം ബൗൺസറിനെയും കൊണ്ട് ഒരു ട്രിപ്പ്. ഓക്കെ, അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, നമ്മുടെ വയനാട് നമ്മുടെ പുതുപുത്തൻ വണ്ടിയാണ്. ഓക്കെ, ട്രിപ്പ് വിളിച്ചേക്കുന്ന ഞാനാണ് ഡ്രൈവർ. ഓക്കെ, ഇപ്പോൾ ഒരു ടെമ്പററി ഡ്രൈവറാണ്. ഇപ്പോൾ ചിലപ്പം പെർമനൻറ്റ് ഡ്രൈവർ ആക്കും കേസ് എന്നെ. യെസ് കേസ്. ഓക്കെ, ഇന്നത്തെ ഡ്രൈവിങ് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം കേസ്. നമ്മൾ സൗണ്ട് ഒന്ന് കേട്ടോണേ. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ കേസ്, പിന്നെ സൗണ്ട് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഈ ട്രിപ്പിന് ഇവർ സൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഗൈസ്. ഈ പാക്കേജിൽ സൗണ്ട് ഇല്ല, സൗണ്ട് ക്യാൻസൽഡ് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പണിഞ്ഞിറക്കിയതേ ഉള്ളൂ. എന്തായാലും അങ്ങനത്തെ ട്രിപ്പാണ് ഗൈസ്. എന്തായാലും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, കാര്യം വേറെ ഒന്നുമല്ല ഗൈസ്, കോപ്പിറൈറ്റ് അടിക്കുക അത്രയേ ഉള്ളൂ. ഓക്കെ, ഒറ്റ മൈൻഡ്. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ സെഡ് അസ്ത്ര വല്ലാത്തൊരു ലുക്കാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് കയറ്റി വിളക്കിയ കാര്യം അവിടെ പണി നടക്കുന്ന കേസ്. എന്ത് അവസ്ഥയാണ് കേസ്. അവർക്ക് തോന്നുമ്പോൾ എടുത്ത് റോഡ് പണി, അവസാനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഓക്കെ, വണ്ടി പുതിയ വണ്ടി കണ്ടിട്ട് നല്ല പുള്ളിങ്ങാണ്. പിന്നെ ഞാൻ വീഡിയോ കണ്ടണക്കല്ല കേസ്, ചെക്കിന് നീളം കുറവാണ്. അതുകൊണ്ട് എന്താ നമുക്ക് വൈബാണ് ഓട്ടിക്കാൻ. ഓക്കെ, എന്തായാലും വണ്ടി വൈബാണ് കേസ്. ഓക്കെ, ഇതേ രീതിയിലേക്ക് കൂടെ എടുത്തോണ്ട് പോവാം. എന്തായാലും റോഡ് പോയി കിടക്കുകയാണ്. ഇതിലേക്കൂടെ ഇനിയിപ്പോൾ കുറച്ച് ലോങ്ങാണ് ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ ലോങ് പിടിക്കണം. സീനില്ല, ലോങ് പിടിക്കാം. സൈലകളാണെങ്കിൽ പോവായിരുന്നു, പക്ഷേ പുതിയ വണ്ടിയായി. ഏതാ കുഴക്കലാണ് വേണ്ടി നമ്മൾ പറയാൻ വേണ്ട വണ്ടി. ഓക്കെ, വൈബ് അടിച്ച് ഡോറൊക്കെ തുറന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് വൈബ് അടിച്ച് പോകാം ഗൈസ് നമുക്ക്. ഗീസ് കണ്ട, ഇതിനകത്ത് ഈ ഒരു ഹോണാണ് ഗീസ് കിടക്കുന്നത്. നമ്മുടെ മറ്റേ ടോടോ അതൊന്നും കയറ്റിയില്ല. അയ്യോ സോറി, ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നായിരുന്നു ആളിനെടുക്കുന്നത്. ഗൈസ്, ആളിനെടുക്കുന്ന കുറച്ച് ലോങ് എന്നാണ്. ഓക്കെ, നമ്മളെ ഇത്തിരി ലോങ് എന്നാണ് വണ്ടി കിടന്നത്. ഞാൻ ആദ്യം വിചാരിച്ച അവിടെ ചെന്നിട്ട് എടുക്കാമെന്ന്. പിന്നെ ആ മാതിരി സീനാണ് ഗൈസ്. ഗൈസ് ഫുള്ള് പണി നടക്കുവാണ് ഗൈസ് റോഡ്. വണ്ടി ചെറുതായിട്ട് കൺട്രോൾ കൈതെറ്റി കൺട്രോൾ പോയി ആ സംഭവം. അപ്പോൾ നമ്മുടെ വയനാടൻ ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഡു കമൻറ്റ് ഗൈസ്. ഓക്കെ, ഡു കമൻറ്റ് ഗൈസ്. പാട്ടൊക്കെ ഇടണമെന്നുണ്ട് അടുത്ത ട്രിപ്പ് ഗൈസ്. ഡു കമൻറ്റ്. നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പിന് ഉറപ്പായിട്ടും പാട്ടിടും ഗൈസ്. ഓക്കെ, ഉറപ്പായിട്ടും പാട്ടിടും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തും ഗൈസ്. ഓക്കെ, സീരിയസ് ആയിട്ട് പറയാം, അടുത്ത ട്രിപ്പിന് എന്തായാലും പാട്ടിടും നമ്മൾ. കിടുക്കിയായിരിക്കും പോകാൻ പോണ. ഓക്കെ ഗൈസ്, റോഡ് ഫുള്ള് പണിയെടുക്കാം, മറ്റേ റോഡും പണിയെടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിപ്പം അങ്ങ് എത്തായിരുന്നു ഗൈസ്. റോഡ് പണിയാണ്ടാണ് ഇത്രയും ചുറ്റി. എന്താ പിന്നെ എവിടെയോ കയറി ഒരഞ്ഞാണൊക്കെ എനിക്ക് തോന്നി ഗൈസ്. പിന്നെ ഇത് ഇടക്കിടയ്ക്ക് ഇടിക്കുന്ന സൗണ്ട് കേൾക്കും, വേറൊന്നുമല്ല നമ്മളെ ഏതാ അടി ഇടിക്കുന്നുണ്ട്. ഈ കട്ടറിലൊക്കെ വീഴുമ്പോൾ എന്തോ കയറി തട്ടുന്നുണ്ട് ഗൈസ്. ഒക്കെ ഗൈസ്, ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. ഗൈസ് ദേ നമുക്കിപ്പോൾ ഇതിലേക്കൂടെ കയറി വരാനുള്ളതാണ് ഗൈസ്. കണ്ട ഈ ലെഫ്റ്റിലെ വഴിയുണ്ട, ഇതിലേക്കൂടെ നമുക്കിപ്പോൾ കയറി വരാനുള്ളത്. നമ്മൾ എന്തുമാത്രം ചുറ്റിയാണെന്നറിയാം ഇപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് വന്നിരുന്നെങ്കിൽ ഒറ്റയടിക്കാണെന്ന് ചെല്ലായിരുന്നു. കാതൽ പൊന്മാനെ ഗൈസ്, നമ്മളെ ബസ് വൈബാണ്.
പിന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റിക്കർ അടിക്കാനും പോയാൽ നമ്മളാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ വയനാടൻ്റെ ഈ സ്റ്റിക്കർ നമ്മുടെ പ്രകാശിൽ നിന്ന് ബോഡി എടുത്തോണ്ട് പോയിട്ട് സ്റ്റിക്കർ അടിച്ചതും സൗണ്ട് കയറ്റിയതും നമ്മളാണ്. അപ്പം കൊണ്ടെത്തിച്ച ബസ് മുതലാളീൻ്റെ വീട്ടിലോട്ട് കൊണ്ടെത്തിച്ച നമ്മളാണ്. ഓക്കെ, അപ്പം ആ ഒരു സംഭവമുണ്ട്. അപ്പം ആ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഡു വെയിറ്റ് ഗൈസ്. ഓക്കെ, ഡു കമൻ്റ് അല്ല, ഡു വെയിറ്റ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. കാര്യം അത് കുറച്ച് എഡിറ്റിങ് പെൻഡിങ് ആണ്. ഓക്കെ, സീരിയസ് ആയിട്ട് നമ്മുടെ വഴി തെറ്റി ഗൈസ്. ഞാനിപ്പോൾ കരയും ഗൈസ്. കണ്ട തട്ടുന്നുണ്ട, സൈഡ് തട്ടുക. ആ സൈഡൊന്നും സോറി, അടി തട്ടുക. കണ്ട അടി തട്ടുക. അവിടെ തിട്ട ഇട്ടിട്ടേക്കുന്നുണ്ട്, അടി തട്ടുന്ന സൗണ്ടായി. നിങ്ങൾ വിചാരിക്കും ആ ബസ് കൊണ്ട് ചിരിക്കുന്നതെന്നൊക്കെ. ഇപ്പം എന്തായാലും വണ്ടി വാച്ചെടുക്കാം. പിന്നെ ലൈറ്റ് വർക്കൊന്നും ചെയ്യില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ വണ്ടി ലൈറ്റ് വർക്കൊന്നും ചെയ്തില്ല. സ്റ്റോക്ക് വണ്ടിയാണ്. പിന്നെ വഴി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വളച്ചതൊക്കെ. എന്തോ ചെറിയ പ്രശ്നം ഗൈസ്, വഴി തെറ്റി. ഓ ഗൈസ്, ഇവരെ എടുക്കുക ഇവിടെ ആയിരുന്നു ഗൈസ് വരാനുള്ള. ഗൈസ് ഇവിടെ വരെ പണി നടക്കുന്നു ഗൈസ്. എന്തോ നമ്മളിവിടെ എത്തി ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അവരെ എടുത്തിട്ട് കാണാം ഗൈസ്. വേറൊന്നുമല്ല ഗൈസ് കട്ട് ചെയ്തത്, നമുക്ക് നൈസിന് പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. അതായത് വൺ ഡേ ട്രിപ്പാണ്, എന്നാൽ പോലും അവർക്ക് പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എന്തായാലും എന്തോ വണ്ടി എടുക്കാൻ പോകുന്നു. അങ്ങനെയൊന്നുമില്ല ഗൈസ്, എന്നാൽ പോലും ഒരു നമ്മൾ കൊണ്ടുപോയില്ലേ ഗൈസ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വേണമെന്ന് ഇവർ പറയുന്നു. എനിക്കറിയാൻ വയ്യ, ഫസ്റ്റ് ട്രിപ്പായിരുന്നു. ഞാൻ മറ്റേ KSRTC ആയിട്ടൊക്കെ അല്ലാതെ പോയിട്ടുള്ളൂ കേസൊക്കെ. എനിക്ക് നേരെ അറിയാനും വയ്യ ഗൈസ്. നമ്മളടുത്ത് പറയുന്നത് അങ്ങോട്ട് യൂട്ടേണൊക്കെ നമുക്ക് ഇവിടെ നിന്ന് യൂട്ടേണൊക്കെ വണ്ടി ഇടിച്ചു ഗൈസ്. വണ്ടി ഇടിച്ചില്ല, ചെറുതായിട്ടൊന്ന് തട്ടി, അത്രേ ഉള്ളൂ. എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ വെയിറ്റ്. ഹലോ ഗൈസ്, അങ്ങനെ അവർക്ക് സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ ഗൈസ്, അവർ വണ്ടി എടുത്ത് പൊടിയും തട്ടിപ്പോയി. നമ്മളെ വണ്ടി എന്തായാലും ചെറുതായിട്ട് മണ്ണിൽ പുകഞ്ഞു പോയി ഗൈസ്. ഓക്കെ, നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. അതാണ് ആ പണിക്കാരെല്ലാം കൂടി വന്ന് മൺവെട്ടിയൊക്കെ എടുത്ത് കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് വന്നു. വണ്ടി ചെറുതായിട്ടൊന്ന് പൊതിഞ്ഞു. അപ്പോഴത്തേക്ക് അവർ ഇറങ്ങിപ്പോയി. ഓക്കെ, ചുമ്മാതെ നിർത്തിയിട്ട് നമ്മുടെ ഇരട്ടിപ്പണിക്ക് ഗൈസ്. എന്തായാലും വണ്ടി കണ്ടീഷൻ നമുക്കത് അറിഞ്ഞാൽ മതിയല്ലോ അല്ലേ ഗൈസ്. നമുക്കപ്പോൾ ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം കൊള്ളാം. ഞാൻ വിചാരിച്ചിപ്പോൾ കൊക്കയിലായിരുന്നു, ഓടയിലായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി ഇതൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് കാണാം ഗൈസ്. നമ്മളിവിടെ എത്തിയപ്പോൾ വൻ മഴ ഗൈസ്. ഓക്കെ, അപ്പോഴാണ് സീരിയസ്ലി ഞാൻ ഓർത്തത് ഗൈസ്, നമ്മുടെ യൂട്യൂബ് വീഡിയോ എടുത്തോണ്ടിരിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ മറന്നേ പോയി. നമ്മൾ ഒരു സ്ഥലത്ത് കയറി ഫുഡും കഴിച്ചിട്ടാണ് ഗൈസ് നമ്മൾ പിന്നെയും തുടങ്ങിയത്. ഓക്കെ, നമ്മൾ ഓർത്തതേ ഇല്ല നമ്മുടെ യൂട്യൂബ് വീഡിയോ എടുക്കുന്ന കാര്യം ഗൈസ്. പിന്നെ അതേ നമ്മുടെ കഴിഞ്ഞ സീരീസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ പണി അടക്കിയിരുന്നു ഗൈസ്. ഇപ്പോൾ അതെ ഇവിടെയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ മുമ്പ് പെർമിറ്റ് ഇല്ലായിരുന്നു, ഇപ്പം പക്കയാണ്, ഫുൾ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ KSRTC കൊണ്ട് എത്ര പ്രാവശ്യം ഇങ്ങോട്ട് കയറാൻ നോക്കിയതാണ് ഗൈസ്. അന്നൊക്കെ പെർമിറ്റ് വേണമായിരുന്നു, കാര്യം പണി നടക്കുമായിരുന്നു. ഓക്കെ, പെർമിറ്റ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചിരിക്കുമെന്ന് അവരൊക്കെ അറിയായിരുന്നു ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബാക്കിലെത്തി ഞാൻ എൻ്റെ പിക്കാണ് ഗൈസ്. ഏതാ മൂഡ്, നമുക്ക് പറ്റിയ വഴി എത്തി ഗൈസ്. ഓഫ് റോഡ് മോനെ ഗൈസ്, ഇങ്ങനത്തെ വഴിയൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ്
ഡു കമൻറ്റ്. നമ്മൾ അങ്ങനത്തെ എല്ലാ വഴിയിലും പോകുക ഗൈസ്. നമ്മുടെ എക്സ്പേർട്ട് നമുക്കിപ്പോൾ കാണിച്ചു തരും. കളമാനത്തെ കാതൽ പൊന്ന അമ്മേ. അയ്യോ ചെറിയൊരു പ്രശ്നമുണ്ട്. ശിവൻ ബ്രേക്ക് പിടിച്ചോണ്ട് നിന്ന്, അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. ആ മതിലിൽ കയറി കേസ് ഇപ്പം ഇടിച്ചേനെ. ഓക്കെ എന്തായാലും എന്തായാലും നല്ല വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ സെറ്റ് കേസ്. പറഞ്ഞു വന്ന് നമ്മുടെ വഴി തെറ്റിപ്പോയി കേസ്. നമ്മൾ മാപ്പ് നോക്കിയില്ലായിരുന്നു, നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് കയറിയത്. കേസ് ഇവിടെ അത്ര സ്പീഡിനൊന്നും പറ്റൂല. ഇപ്പം ആ ബസ്സിൽ കയറി പോസ്റ്റായത് കേസ്. ഓക്കെ അപ്പോൾ നമ്മളിന്ന് പറക്കാൻ പോകണം കേസ്. ഓക്കെ പറക്കം തളിക കേസ്. കണ്ട കേസ് നമ്മൾ ഇവിടെ നിന്നായിരുന്നു കയറിയത്. ചുമ്മാ വഴി തെറ്റിപ്പോയി. ഇവർ മറ്റേ സിഗ്നൽ സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തോന്നിയാണ് കേസ് കയറി വരുന്നത്. അങ്ങനെ പ്രശ്നം കൊണ്ടുണ്ട് ഇവർക്ക്. അതുകൊണ്ടാണ് ഈ വഴിക്ക് അങ്ങനെ ഒരു കുഴപ്പം കേസ്. ഓക്കെ പക്ഷെ എന്നാലും എല്ലാവരും പറന്ന് തന്നെയാണ് പോണത്. ഇതിൻ്റെ നമ്മുടെ KSRTC അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് ഇച്ചിരി ഹാൻഡിലിങ് വ്യത്യാസമുണ്ട്. എടാ ഇതിലെ കൂടെയൊക്കെ ബസ് പോവൂ എനിക്കറിയാൻ മേല ഇതൊക്കെ. ഇവരെ വയനാട് ഹോളിഡേയ്സിൻ്റെ മറ്റേ ഈ അവർ തന്നൊരു റൂട്ടാണ് കേസ് ഇതൊക്കെ. വൈസ് ഇതാണ് നമ്മുടെ സ്ഥലമെന്നാണ് നമ്മുടെ ഗൂഗിൾ അമ്മച്ചി പറയുന്നത്. എടാ ഈ മല പൊട്ടിക്കിടക്കുന്ന കാണാനാണാടാ ഇവർ ഇത്രയും ലോങ് വരെ വന്നത്. വണ്ടി ആകെ ചെളിയായിട്ടുണ്ട്. ഇനി കഴുകാൻ വേണം, വണ്ടി വളയ്ക്കാൻ വേണം. ഇതിൻ്റെ അപ്പുറത്ത് റോഡാ, കൊള്ളാലോ പരിപാടി. വണ്ടി വളയ്ക്കണം കേസ്. വണ്ടി വളച്ച് ഇവരെ ഇങ്ങോട്ടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യിപ്പിച്ചിട്ട് നമുക്കിനി കാണാം കേസ്. ഓക്കെ ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവരെയൊക്കെ എക്സ്പ്ലോർ ചെയ്യിപ്പിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് കേസ്. ഓക്കെ അപ്പം ആ ഒരു ഇത് കഴിഞ്ഞ് കുറച്ച് പിക്കും കൂടെ എടുക്കാണ്ട് കേസ്. ഓക്കെ അതും കൂടെ എടുത്തിട്ട് കാണാം കേസ്. ഹലോ ഗൈസ്, ചെറിയൊരു പ്രശ്നം കൂടി പറ്റി കേസ്. നമ്മൾ ഈ വൈബ് അടിച്ച് നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ മഴ ഏറി അങ്ങ് പെയ്ത് ഇവരെല്ലാം കൂടി നിന്ന് നനഞ്ഞ് കേസ്. ഓക്കെ അപ്പോൾ ഭാഗ്യത്തിന് ഇവരെല്ലാവരും ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കയറണം. ഓക്കെ ഒരു നനഞ്ഞ് കേസ്, മൊത്തത്തിൽ നനഞ്ഞ്. ഓക്കെ കേസ്. ഓക്കെ അപ്പോൾ എന്തായാലും അവർക്കിനി അതിനോട് പോകണമെന്നാണ് പറയുന്നത് കേസ്. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോകാം കേസ്. ഓക്കെ ഇത് ടൂറിലില്ലാത്ത, പക്ഷേ അവർ പറഞ്ഞ് ചുമ്മാ വൈബ് അടിച്ചിട്ട്. കൊള്ളാടാ ഇത് കേസ്. പക്ഷേ ലിപ്പില്ല. പറയാൻ മറന്നു കേസ്. ഇവരാക്കിയിട്ട് ഇപ്പോൾ നമുക്ക് ലിപ്പ് വെക്കാൻ പോകണം കേസ്. ഓക്കെ അതൊരു വൈബ് പിടിച്ച സംഭവമാണ്. ഓക്കെ ഈ വണ്ടിക്ക് ലിപ്പില്ല. അപ്പോൾ അവരിപ്പോഴാണ് വിളിച്ചു പറഞ്ഞത് ലിപ്പ് അവർ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ ഓട്ടം കഴിഞ്ഞിട്ട് പോകണം വഴിക്കാം. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഇതിനായിട്ട് പോകണ്ടല്ലേ. അപ്പം നേരെ പോയിട്ട് നമ്മൾ ലിപ്പും കൂടി വെക്കും കേസ് ഈ വണ്ടിക്ക്. ലിപ്പെന്ന് വെച്ചാൽ ലിപ്പ് മാത്രമല്ല ഫുൾ സ്കേർട്ട് അടിക്കും. ഓക്കെ അപ്പോൾ അതൊരു വൈബായിരിക്കുമെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അതും കൂടെയൊക്കെ വരുമ്പം വണ്ടിക്ക് നീളം വരുമെന്ന് തോന്നുന്നു. എന്തായാലും ഇവർ ആക്കിയിട്ട് ഇപ്പം അങ്ങോട്ട് പോകണം. ഓക്കെ അപ്പോൾ ഈ വഴി ഇവിടം വരെ ഉള്ളൂ എന്നാണ് നമ്മുടെ ഗൂഗിൾ അമ്മച്ചി പറയുന്നത്. ഓക്കെ അപ്പോൾ നമുക്ക് ഹോണടിച്ച് പോവാം കേസ്. ഓക്കെ ഈ വൈബിലോട്ട് ഓടിക്കാൻ നല്ല വൈബുണ്ട് കേസ്. ഫ്രണ്ട് മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല, ആ ഒരു വശമേ ഉള്ളൂ കേസ്. എനിക്ക് ഈ വഴി സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കേസ്. നമുക്ക് ഒന്നും കൂടി കറങ്ങി വരാം. ഓക്കെ ഓക്കെ സെറ്റ് സാധനം കേസ്. അറിയാൻ പറ്റില്ല കേസ്, എടുത്ത് വെച്ച് ചാടിത്തരും. ആ ടിപ്പർ വരെ പോയണ്ടില്ലേ എൻ്റെ പൊന്നു, ഞാൻ വിചാരിച്ച് ചത്തൊന്നു. എന്തായാലും കേസ്
എക്സൈറ്റഡ് ആണ് ഗൈസ്. ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് രണ്ടാമത്തെ പ്രാവശ്യം. പിന്നെ ഗൈസ് വെള്ള വണ്ടിയുടെ ഏക പ്രശ്നം ഞാൻ കണ്ടിരിക്കുന്നത് ഇതാണ്. ഇത്ര വന്നപ്പോഴത്തേക്കും ചെളിയിൽ കുളിച്ച് ഗൈസ്. ഓക്കെ ഇതൊക്കെ സൈഡ് ഫുള്ള് ചെളിയായി, ടയറൊക്കെ ചെളിയായി ഗൈസ്. ഇനി ഇത് കഴുകാൻ പോകണം. എന്തായാലും ഇപ്പോൾ ഇവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനിപ്പോൾ ഹോട്ടലിൽ പോകുന്നുണ്ടോ ഗൈസ്? ഓക്കെ വി വാണ്ട് ടു ഡു ദാറ്റ്. ഇവർക്ക് സ്റ്റേയും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു സ്റ്റേ അങ്ങനെ ഇവിടെയൊക്കെ ഉണ്ട്. നോക്കാം ഗൈസ്. ഓക്കെ നമ്മളിപ്പോൾ എൻ്റെ കുറിച്ചാടാ വിഷമമാണറാ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഗൈസ്. വൻ സീനാണ് ഗൈസ്. ഓക്കെ എനിക്കിപ്പോൾ B6-ൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമായി സ്റ്റിയറിങ്. ഓക്കെ സ്റ്റിയറിംഗ് വീല് പണ്ടേ സീന. കലമാനത്തെ കാതൽ പൊന്നാനെ എൻ്റെ മോനെ വണ്ടി ഇപ്പം മറിഞ്ഞേനെ. അറിയത്തൊന്നുമില്ല, നമ്മുടെ വയനാട് തന്നെ ചെക്കൻ. ഓക്കെ ഗെയ്സ് നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് പോണ ഓക്കെ ഗെയ്സ്, നല്ല ലെങ്ത് ഉണ്ട് ഇപ്പം തന്നെ. അയ്യോ ഗെയ്സ് ഇനിയിപ്പം ഇവരിനിപ്പം ഗെയ്സ് എത്തി ഗെയ്സ്, സ്ഥലം എത്തി ഗെയ്സ്. ഇനിയിപ്പം വീട്ടിൽ പോകോളാം. കാര്യം ചെറിയ ഇതല്ലായിരുന്നു, ചെറിയ ട്രിപ്പല്ലേ ഗെയ്സ്. അയ്യോ മറന്നുപോയി, നമുക്ക് ലിപ്പ് വെക്കാൻ പോകണം ഇത് കഴിഞ്ഞിട്ട്. കലമാനേത്തെ കാതൽ പൊന്മാന ഗെയ്സ്. അപ്പം നമുക്ക് ഇവരെ ഇറക്കിയിട്ട് വരാം ഗെയ്സ്. ഓക്കെ ഒറ്റ മൈൻഡ് ഗെയ്സ്. ഓക്കെ അതിനിപ്പോൾ റിപ്പീറ്റ് ആണെങ്കിൽ എനിക്ക് വയ്യ, അത് ഇറക്കിയിട്ട് വരാം. ഹലോ ഗെയ്സ്, അങ്ങനെ ലിപ്പ് വയ്ക്കാൻ പോവുകയാണ് ഗെയ്സ്. ഓക്കെ അവരെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ കലമാനേത്തെ കാതൽ ഗെയ്സ്. ചെറിയ തരത്തിലുള്ള ലാഗ് ഉണ്ട്, അത് ഗെയിമിൻ്റെ ഇഷ്യൂ ആണ്, നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വരുമ്പോൾ ഇപ്പോൾ ഗെയിമിൻ്റെ ബഗ്ഗാണ് ഗൈസ്. എന്തോ ഗൈസ് ഈ ബസ് എൻ്റെ പിന്നെ വല്ലാത്ത രീതിയിലായിപ്പോയി ഗൈസ്. അപ്പം നമുക്ക് ലിപ്പ് വെക്കണം ഗൈസ്. അവിടെ നിന്ന് വെക്കും, അവിടെ സ്റ്റോക്ക് വന്ന് നിൽക്കുന്നു. ഇത് കടയിൽ കൊടുക്കണ്ട, അവിടെ ഒരു ഇങ്ങനെ പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ, അവിടെയാണ് വന്ന് ഇരിക്കുന്നത്. മറ്റേ പോസ്റ്റ് ഓഫീസ് ആ ഒരു സംഭവത്തിലാണ് വന്ന് നിൽക്കുന്നത്. അത് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ വെക്കുന്നു. ഗൈസ് അപ്പം ഇനി അതൊക്കെ തപ്പിപ്പോയിട്ട് ഗൈസ് കാണാം ഗൈസ്. ഓക്കെ അല്ലെങ്കിൽ ലോങ് നല്ല വീഡിയോ നല്ല ലോങ്ങാണ് അല്ല ഗായ്സ്. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഇപ്പ് വെച്ചു ഗായ്സ്. നമ്മൾ ആ ഒരു വിഷ്വലാണ് കാണിക്കാൻ പോകണം. എല്ലാവരും നോക്കിയെന്ന ഗായ്സ് ദേ നമ്മുടെ ചെക്കന് ലിപ്പ് വെച്ച് എന്നിട്ട് കുറച്ച് ഓഫ് റോഡ് ദേ ഇങ്ങനത്തെ നമ്മുടെ കേരളത്തിലെ റൂട്ട് തന്നെ ഗൈസ്. ഓടിയപ്പോഴത്തേക്കും ലിപ്പും ചെടിയായി ഗൈസ്. ഓക്കെ എന്തവസ്ഥയാണ് ഇത്. പക്ഷേ ഫുൾ സ്കേർട്ട് അടിച്ചപ്പോൾ വണ്ടിക്ക് നല്ല നീളം വെച്ച പോലെ എനിക്ക് തോന്നുന്നു ഗൈസ്. ഓക്കെ എനിക്കിതേ നോക്കിയാലും കണ്ട ഒരു അങ്ങനത്തെ ഒരു വൈബ് വന്നു ഗൈസ്. ഓക്കെ അപ്പം എങ്ങനെയുണ്ടെന്ന് പറയാം, ഡു കമൻറ്റ്. ഓക്കെ പിന്നെ ഫോട്ടോ എടുക്കാനാണ് ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തോട്ട് കൊണ്ടുവന്നത്. പ്രകൃതി രമണീയമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്, കാര്യം അതിന് മാത്രം ചെളിയായി ഗൈസ്. ഓക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വയനാടനെന്ന് അടിച്ചേക്കുന്നതിൽ ഈ ഷെയ്ഡ് വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അറിയില്ല വണ്ടിയിൽ കാര്യം ഇമ്മ ചെടി പിടിച്ചണക്കാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും. ഓക്കെ അപ്പം ഇത് റോഡ് പണി നടക്കുന്ന വഴിയാണ്. ഓക്കെ നമ്മളിവിടെ അതുകൊണ്ടും കൂടിയാണ് വന്നത് കേസ്. നമ്മൾ ഇതിൻ്റെ മധ്യ തീർത്തി വീഡിയോ എടുക്കാനും ഒക്കെ എന്തായാലും നമുക്ക് പോകാം കേസ്. ഇനി എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് ഏതാ ഇങ്ങനെ ഓടുമ്പോൾ ഒരു വൈബ് തന്നെ കേസ്, വേറൊരു വൈബ് തന്നെ കേസ്. ഇനിയിപ്പം നമുക്കില്ല അവിടെ ചെന്ന് പേയ്മെൻറ്റ് കൊടുക്കാണ്ട് പേയ്മെൻറ്റ് കൊടുക്കാണ്ട് പേയ്മെൻറ്റ് മേടിക്കാണ്ട്. ഇതെന്തോ ഇവിടെ കേസ് ഇവിടെ ബ്ലോക്കായി. നമ്മുടെ എന്തുണ്ടല്ലേ നമ്മുടെ ഇപ്പം ട്രിപ്പ് എടുത്തിട്ട് വന്ന അവിടെ പേയ്മെൻറ്റ് മേടിക്കാറുണ്ട് ഈ സോക്ക്. അത് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു, ഞാൻ വെച്ച് ഗൂഗിൾ പേ ആയിരിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഗൂഗിൾ പേ ഇല്ലേ ഗീസ്, അപ്പോൾ ഒരു ക്യാഷാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി മേടിച്ചിട്ടും കൂടി വരാം ഗീസ്. ഓക്കെ പേയ്മെൻറ്റ് അല്ല ഗീസ്. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഇൻറ്റീരിയർ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുവാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും.
മൊത്തത്തിൽ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഓക്കെ, അകം ക്ലീനാക്കി കഴിഞ്ഞ് ഇപ്പോൾ മൊത്തം തുറന്നിട്ടേക്കുക. അതെ, പിന്നെ അതാണ്ട് ഈ സാധനങ്ങളൊക്കെ ലഗേജ് വെക്കുന്ന ഏരിയ ഫുള്ള് കഴിഞ്ഞ്. ഓക്കെ, അതൊക്കെ ഇപ്പോൾ ഉണങ്ങാൻ വെച്ചേക്ക്. അതൊക്കെ കഴിഞ്ഞ് സ്പെയർ ടയർ, ഹുഡ്, അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഏകദേശം ക്ലീനായി കഴിഞ്ഞ്. ഇനി പുറം ഭാഗം സർവീസ് സെൻറ്റർ കൊടുക്കണം. അതിൻ്റെ ഇത് കൊണ്ടുപോകുന്നത് നമ്മുടെ സ്വന്തം എന്തുവാ നമ്മുടെ സ്വന്തം ബസ് മുതലാളിയാണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് നമ്മുടെ വണ്ടി ആദ്യം എല്ലാം അടയ്ക്കുക, ഒരു സ്വിച്ച് വെക്കിയത് അടുത്ത സ്വിച്ച് വെക്കുക, എല്ലാം അടയും. ഈ നമുക്ക് കൊണ്ടുപോകാം. ഇത് തുറന്നിട്ടേക്കാം, അതായിരിക്കും വൈബ്. ഓക്കെ, ഇങ്ങനെ പോയാൽ എന്താ ലുക്ക്. ഓക്കെ, കൈൻ്റെ കേസ് നമ്മുടെ ലിപ്പ് വരഞ്ഞു. ഏതായാലും വണ്ടീനിപ്പോൾ ലിപ്പ് പെയിൻറ്റ് പോയി എന്തായാലും കേസൊക്കെ. അപ്പം എന്തായാലും അതിനിപ്പം ഇനി എല്ലാത്തിനും കൂടിയാണ് ബസ് മുതലാളിൻ്റെ കൊടുക്കുന്നുണ്ട്. അപ്പം കൊടുത്തിട്ട് കാണാം. ഇതേ കൂടെ കയറുമെന്തോ കേസൊക്കെ. കയറുമെങ്കിൽ അതാണ് മാസ് കേസിൻ്റെ പണി. ബസ് മുതലാളിൻ്റെ വീടിരിക്കുന്ന സ്ഥലമാണ് വൈബ് കേസ്. അവിടെ നിന്നൊരു വീട് എടുത്തോണ്ടല്ലോ ഒരു ബസ് കയറി വരുന്നത്. ഏതാ വൈബെന്നറിയാമോ? ഓക്കെ, സെറ്റ്. ഓക്കെ, അങ്ങനെ പ്രോപ്പർലി വണ്ടി കയറി വന്നിട്ടുണ്ട്. ബട്ട് മൊത്തം ചെളി പിടിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. അതെന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓക്കെ, നമുക്ക് വളച്ചിടാം കേസ്. ഓക്കെ, ഈ ഏരിയയൊക്കെ പണ്ട് സീന. എത്ര ബസ്സുകളൊക്കെ അറിയാമോ ഇവിടെ കേസ്? ഇടയ്ക്ക് മീറ്റപ്പൊക്കെ നടക്കുമ്പോൾ ഇവിടെയാണ് ഒന്ന് ബസ് കൂടിയിട്ട് ഇവിടെ നിന്ന് പോകും കേസ്. ഓക്കെ, അത് സീന.